തലേന്ന് വെച്ച സാമ്പാറും നല്ല മയമുള്ള ചൂട് ഇഡലിയും അടിപൊളി കോമ്പിനേഷൻ ആണല്ലേ. അത് മനസ്സിൽ കണ്ടുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് സാമ്പാർ വെക്കാമെന്ന് കരുതി കേട്ടോ. അങ്ങനെ ഞാൻ കഷ്ണങ്ങളൊക്കെ നുറുക്കി വെച്ചിട്ടുണ്ട്. പരിപ്പ് വേവിക്കാനായിട്ട് അടുപ്പത്തിട്ടിട്ടുണ്ട് കേട്ടോ. സാമ്പാർ വെക്കാൻ ഓരോരുത്തർക്കും ഓരോ രീതിയാണ്. അപ്പം ഞാൻ എൻ്റെ രീതിക്കാണ് കേട്ടോ സാമ്പാർ വെക്കുന്നത്. അങ്ങനെ വെളിച്ചെണ്ണ ഒഴിച്ച് കായം ഒന്ന് വറുത്തെടുത്തിട്ടുണ്ട്. കടുക്, ഉലുവ, ഉഴുന്ന്, പിന്നെ കുറച്ച് ചുവന്നുള്ളി, അതുപോലെ തന്നെ വറ്റൽമുളക്, കറിവേപ്പില, ചിരകിയ തേങ്ങ എല്ലാം കൂടെ ഒന്ന് വറുത്ത് കോരി എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പുളിറുമ്പിൻ്റെ കളറാകുമ്പോൾ നമുക്ക് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് നല്ല പോലെ വറുത്തൊന്ന് അരച്ച് മാറ്റി വയ്ക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ പരിപ്പ് നല്ല പോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് വേവിച്ച് വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ചേർക്കാം. ഇവിടെ കഷ്ണങ്ങൾ ഒരുപാട് കഴിക്കാൻ ഇഷ്ടമുള്ളവരാണ്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമുക്ക് അരപ്പ് ചേർത്ത് നല്ല പോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നമുക്ക് പാകത്തിന് ഉപ്പും പിന്നെ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞൊഴിച്ചതും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വെച്ചിട്ടെ അപ്പോഴത്തേക്കും നമുക്ക് തക്കാളിയും വെണ്ടയ്ക്കയും കുറച്ച് പച്ചമുളക് കീറിയിട്ടതും കൂടി ചേർത്ത് ഒന്നുകൂടി തിളപ്പിച്ചെടുക്കാം. ലാസ്റ്റ് നമുക്ക് മല്ലിയിലയും കൂടി ചേർക്കാം കേട്ടോ. അവസാനം നമുക്ക് കറിവേപ്പിലയും കടുകും എല്ലാം കൂടി ഒന്ന് പൊട്ടിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. സാമ്പാറിനൊപ്പം നല്ല നാടൻ വെളിച്ചെണ്ണയിൽ വറുത്ത് കോരിയെടുത്ത കുഞ്ഞു മത്തി കൂടി ഉണ്ടെങ്കിൽ പിന്നെ പറയുകയും വേണ്ട അല്ലേ. അങ്ങനെ ഊണിനൊപ്പം തോരനും മത്തി പൊരിച്ചതും തൈരും ഒരു കഷ്ണം അച്ചാറും എല്ലാം കൂടിയായപ്പോൾ ഇന്നത്തെ ഉച്ചയൂണ് കുശാലായിട്ടോ.